سيدي أنا سأتزوج. أوه جيد جدا. أتمنى لك كل السعادة فينو راماتشاندرا. ബേസിലും ഈ لو അറബിയും سمحت തമ്മിലുള്ള حاول أن സംഭാഷണം നല്ല تختار. إن രസമാണ്. حضورك سيكون مباركة كبيرة. أين سيكون الاحتفال؟ في كيرلا. أين في كيرلا؟ معبد غوريوايور. مكان مشهور وكبير ومشهور جدا. سيكون الاحتفال هناك. أيوة غوريوايور അമ്പലനടയിൽ. وين؟ ഗുരുവായൂർ അമ്പലനടയിൽ. ഗുരു വായു Guruvayu Nambala Guruvayu Nandadabayil Guru ഗുരു Vayur അമ്പല Nadayil ഗുരുവായൂർ അമ്പല നടയിൽ. Correct sir. Okay, I'll call you back later. അച്ഛൻ കോളിങ്. ആ അച്ഛാ എവിടെയായിരുന്നു? ഞാൻ കുറേ നേരമായി വിളിക്കുന്നു. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലാടാ. ഫോൺ ഇവിടെ ക്ലോക്ക് റൂമിലായിരുന്നു. കുറെ വഴിപാടുകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ചങ്ങ് കഴിച്ചു. ബാക്കി കൂടി കഴിക്കായിരുന്നില്ല അച്ഛാ. എടാ മണ്ട, ബാക്കി നീ നാട്ടിൽ വന്നിട്ട് നീ നിന്റെ അമ്മയും കൂടി അങ്ങ് കഴിച്ചാൽ മതി. നീ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്ന 5 കൊല്ലം കൊണ്ട് ഒരു വണ്ടി വഴിപാടുകളല്ലേ നിന്റെ അമ്മ നേർന്നിരുന്നത്. എന്തായി ബ്രോക്കറെ, സാറ് പ്രൊമോഷൻ വല്ലതും തന്നോ? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, സാറ് തരും. ഈ കല്യാണം ഉണ്ടാക്കിയത് ഞാനാണെങ്കിലേ വിനു സാറ് തന്നിരിക്കും. അതിന് കുഞ്ഞുണ്ണിക്ക് എന്താ ക്രെഡിറ്റ്? പെണ്ണിന്റെ ഏട്ടൻ അയാളുടെ ക്ലാസ്മേറ്റ് ആയ കുഞ്ഞുണ്ണിയെ വിളിച്ച് വിനു സാറിനെ പറ്റി അന്വേഷിച്ചു. അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും കാരണക്കാരൻ ഞാനല്ലേ. ഞാൻ വിനു സാറിനെ പറ്റി കുറ്റം പറഞ്ഞിരുന്നെങ്കിലോ? വിനു സാറിനൊന്നുമില്ല, കുഞ്ഞുണ്ണി വരെ ജോലി നോക്കേണ്ടി വന്നേനെ. മലയാളം അറിഞ്ഞുകൂടെങ്കിൽ എന്ത്, ഒരാളെ കളിയാക്കാൻ വരുന്ന ചിരിച്ചു വന്നു. പിന്നെ ഇവിടെ വരെ വന്നപ്പോൾ അഞ്ജലിയുടെ വീട്ടുകാർ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയം ഞങ്ങൾ പോയി കണ്ടു. നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയം, ഇവിടെ അമ്പലത്തിനടുത്ത് തന്നെ. ഏത് ഓഡിറ്റോറിയം ആയിരുന്നു? ശ്രീ പാർവതി ഓഡിറ്റോറിയം. യോഗം. അച്ഛാ മോനെ, ആ ഓഡിറ്റോറിയം വേണ്ട അച്ഛാ. എന്റെ പൊന്നു വിനു, അവരത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അവരോട് ഞാനെന്ത് പറയും? നിന്നെ പ്രേമിച്ച് വഞ്ചിച്ചിട്ട് പോയ ആ പെണ്ണിന്റെ പേരുള്ള ഓഡിറ്റോറിയത്തിൽ കല്യാണം കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാ. അച്ഛാ എനിക്ക് ആ സ്ഥലം പറ്റില്ല. കല്യാണത്തിന് അകത്തേക്ക് കയറുമ്പോൾ നീ ഓഡിറ്റോറിയത്തിന്റെ ബോർഡിലേക്ക് നോക്കാതിരുന്നാൽ മതി. എൻ്റെ കല്യാണക്കത്തിൽ ഒരാ പേര് വരും അച്ഛാ. നിന്റെ കല്യാണക്കത്ത് അല്ലെങ്കിൽ നീ വായിക്കേണ്ട കാര്യമില്ലല്ലോ. അനിയേ, ഈ കുറി കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് കല്യാണത്തിന് വരാൻ തോന്നും. വിനു അഞ്ജലി, നല്ല കയ്യക്ഷരം. ആ, വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം അനിരുദ്ധ്, ഷംസുദ്ദീൻ ആൻഡ് ആനന്ദനോ. ഇതെന്താണ് ഇത്? എടാ, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളയുടെ പേര് ആരെങ്കിലും കോംപ്ലിമെന്റ്സ് വെക്കുവോ? വെക്കും. കൈതോലപ്പുറമേ രാമേന്ദ്രൻ വെക്കും. നിനക്ക് അയാളുടെ പേര് വെക്കാൻ സ്ഥലമില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോ? ആ, അങ്ങനെ പറഞ്ഞാലേ നമ്മളെ രണ്ടാളെ പേരയിൽ വിട്ടിട്ട് ആനന്ദേട്ട പേരയിൽ കയറ്റും. അതാണ് ഏട്ടൻ. എടാ, എന്നാലും ഇങ്ങനെയുണ്ടോടാ ഒരു അളിയൻ പ്രേമം? നിന്റെ ചേട്ടനുണ്ടല്ലോ, കുറച്ച് ഓവറ. കുറച്ചല്ല, കുറച്ചധികം. അല്ല രാമേട്ടാ, ആരാ ഈ ആനന്ദൻ? അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏട്ടൻ. എന്തേ? ആ അതാ, 2 ദിവസം മുന്നേ പിന്നെ കല്യാണം ക്ഷണിക്കാൻ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഈ കക്ഷിയെ പറ്റി. അവൻ്റെ കാട്ടുകൂട്ടിൽ കാണുമ്പോൾ തോന്നും അഞ്ജലിയുടെ ഏട്ടൻ ആനന്ദിനെയാണ് അവൻ കെട്ടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ വിനുവിനെ കുറ്റം പറയാനും പറ്റില്ല. ഈ കല്യാണേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ചെക്കനെ മാറ്റിയെടുത്തത് ആനന്ദിനെ മാത്രം എടുക്ക. ആനന്ദനും വിനുവെന്ന് വെച്ച ജീവനാ. അതെ, വിനു ഇത്ര എളുപ്പത്തിലൊരു കല്യാണത്തിന് സമ്മതിക്കുന്ന ഞാനും വിചാരിച്ചില്ല. കൊള്ളാലോ ആള്. ആ, ആനന്ദനൊരു പഞ്ചപാവ, ഒരു സാധു. तुम्हारा पिताश्री का फैक्ट. വിനു, ആനന്ദേട്ടാ, എന്താണ്? എന്തു പറ്റി? നീ പിന്നെ അവളെ പറ്റി ഓർത്തു അല്ലേ? നിന്നോട് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞൊക്കെ പിന്നെ എന്താ വിനു? ഇനി അവളെ പറ്റി ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കില്ലെന്ന് മിനിഞ്ഞാന്നല്ലടാ നീ പ്രതിജ്ഞ എടുത്തത്. ആണ്. പക്ഷേ വിനു, നീ ഇപ്പൊ എന്തിനാ അവളെ പറ്റി ഓർത്ത്? കല്യാണം കഴിക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിന് അവളുടെ പേരാണ് ആനന്ദേട്ടാ. മാങ്ങാ തൊലി. ഈടാ, അവള് വേറെ ഒരുത്തിനെ കെട്ടിപ്പോയെന്ന് വെച്ച് നീ നിന്റെ ജീവിതത്തിന്റെ 5 വർഷമാ കളഞ്ഞത്. 5 വർഷം. അറിയാം ആനന്ദേട്ടാ, ഈ കല്യാണാലോചന നടന്നില്ലായിരുന്നെങ്കിൽ ആ 5 വർഷം 10 വർഷമായാലേ. മറന്നു കളയടാ വിനു. മറന്നു കളഞ്ഞല്ലോ.
ഇപ്പം നമ്മൾ പരിചയപ്പെട്ടതിലും മാറ്റമില്ല എനിക്ക്. ഇനി കല്യാണം ക്ഷണിക്കാൻ പോകുമ്പോഴും അവളുടെ പേര് പറയണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അതൊരു നിമിത്തമല്ലടാ വിനു. നിന്റെ ജീവിതം നശിപ്പിച്ച അവളുടെ പേരുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ നീ എന്റെ പെങ്ങളെ കെട്ടി പുതിയൊരു ജീവിതം തുടങ്ങുന്നു. അതല്ലേ ഹീറോയിസം? ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. നിങ്ങൾ ഈ തരുന്ന മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതം പഴയ നിലയിലാക്കിയത്. എന്ത് വിഷമമുണ്ടെങ്കിലും നീ എന്നെ തന്നെ വിളിച്ചു, ഞാനിവിടെ ഇല്ലടാ. സത്യം പറഞ്ഞ ഞാൻ നാട്ടിൽ വരുന്നത് കല്യാണം കഴിക്കാനല്ല, പിന്നെ എൻ്റെ ആനന്ദേട്ടനെ കാണാൻ. ഇവന്റെ കാര്യം. പാവം ആനന്ദേട്ടൻ. എന്തായാലും നിങ്ങളുടെ വലിയൊരു ആദി ഒഴിഞ്ഞില്ലേ? എന്നാലും കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവോ? നാളെ തന്നെ ക്ഷണം തുടങ്ങണം. ആദ്യത്തെ കത്ത് നല്ല ഐശ്വര്യമുള്ള കൊടുക്കണമെന്നാണ് ഏട്ടൻ പറഞ്ഞിരിക്കണത്. ഇത് നല്ലൊരു സീനാണ്. സുമേഷേ, പയറുപ്പേരുടെ കല്യാണമായ അപ്പൊ കല്യാണക്കത്ത് ഞാൻ എടുക്കുന്നുണ്ട്. തലേദിവസം തന്നെ ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ? ഫസ്റ്റ് കത്ത് പോയി. അല്ല, ഇവന് ഐശ്വര്യൊക്കെ ഉണ്ടോ? പിന്നെ നല്ല ബെസ്റ്റ് ഐശ്വര്യ. ഇവന്റെ ഹാപ്പി ന്യൂ ഇയറും കേട്ടിട്ട് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി പ്രസ് തുറക്കാൻ വന്ന ഞാനേ, പ്രസ് തുറക്കണത് ഒക്ടോബറിലാ. 10 മാസമാണ് വണ്ടി ഇടിച്ച് വീട്ടിൽ കിടന്നത്. ബൈക്ക് പോയത് കണ്ടില്ലേ? അതുപോലെ വിനുവിന്റെ കല്യാണവും സ്മൂത്തായി കണ്ണടച്ച് തുറക്കും മുമ്പേ നടക്കും. രാമകൃഷ്ണ പൊതുവാൾ, ജയാനിവാസ്. ജയാനിവാസ്. ഹലോ ഏട്ടാ. നിനക്ക് അവിടെ എന്താടി പണി? നിനക്ക് ആ വിനുവിനെ ഇടയ്ക്കൊന്ന് വിളിച്ചാലെന്താ? നീ കെട്ടാൻ പോകുന്ന ചെക്കനല്ലേ അവൻ. ഇപ്പഴേ എങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാ പിന്നെ എന്താവും? അതിനെ ഞങ്ങളെ വിളിക്കാറുണ്ടല്ലോ ഏട്ടാ. എവിടെ വിളിക്കുന്നു? എടി, നിന്നോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവന്. നീ വിളിച്ച അവനൊരു വലിയ ആശ്വാസമാവും. വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. ആ ഓക്കെ, ആ വിളിച്ചോളാം. വിനുവിന് എന്താ പ്രശ്നം? പ്രശ്നം വിനുവിനല്ല, നമ്മുടെ പുത്രനാണ്. നീ അഡ്രസ് ഒന്ന് എഴുതി തീർക്കാൻ നോക്ക്. കല്യാണത്തിന് വരുന്നവരൊക്കെ നമ്മളോട് ചോദിക്കും ആനന്ദിൻ്റെ വൈഫും കുട്ടി എവിടെയാണ്. നമുക്കവരുടെ വീട്ടിൽ പോയിട്ടൊന്ന് ക്ഷണിച്ചാലോ? വേണമെങ്കിൽ അവൻ തന്നെ പോയി ക്ഷണിക്കട്ടെ, എന്നെ കൊണ്ടൊന്നും വയ്യ. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ അവളിവിടെ ഉണ്ടാവണ്ടേ? അവളെ ക്ഷണിക്കുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? അവൻ അറിയാതെ നമ്മളെ ക്ഷണിക്കാൻ പോയാൽ അവൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, നമ്മളെയൊക്കെ കടിച്ചേറി തിന്നും. അവനുണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ, അവൻ തന്നെ പരിഹാരം കാണട്ടെ. അത് ഞാനെന്താ ചെയ്തെന്നാ? നീ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു എൻ്റെ രമണി. ഈ കപ്പെടുത്തോണ്ട് പോവാൻ പറയാൻ വേണ്ടി നോക്കിയതല്ലേ. വേറെന്താ? പറ. വേറൊന്നുമില്ല. ഒന്നും ചോദിക്കാനില്ലേ? ആനന്ദേട്ടൻ വിളിച്ചിരുന്നോ? ആനന്ദേട്ടൻ ഞങ്ങളങ്ങനെ എപ്പോഴൊന്നും വിളിക്കാറില്ല, ആഴ്ചയിലൊരിക്കൽ വിളിച്ചാൽ. എന്താ? അതെങ്ങനെ? എന്നെ എപ്പോഴും വിളിക്കുമല്ലോ. പിന്നെ പിന്നൊന്നുമില്ല. വേറെ ചോദിക്കെന്തേലും? ആനന്ദേട്ടന് ഷർട്ടാണോ ടീഷർട്ടാണോ ഇഷ്ടം? നല്ല രസം. വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ ഫോൺ വെച്ചോട്ടെ? ആയി, വേണ്ട 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 വേണ്ട. കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി വീട്ടിൽ? ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണല്ലോ. അതെ, ആളും ബഹളവും കുട്ടികളും. ഏട്ടത്തമ്മയും കൊച്ചും കൂടി കാണാമായിരുന്നു, അതാകെ ഒരു മിസ്. അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിച്ച. എന്താണ് ആനന്ദേട്ടനും ഏട്ടത്തമ്മയും തമ്മിലുള്ള പ്രശ്നം?
24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുന്ന അളിയനും അളിയനും അല്ലേ എന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ ചോദിക്കായിരുന്നില്ലേ? എനിക്ക് ഓർക്കാൻ വരുന്നു. ഗുഡ് നൈറ്റ്. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രോ സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ രസകരമായിട്ടുള്ള ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു പിന്നെ കല്യാണം ആലോചിക്കുമ്പോൾ ആ സമയത്തെ അറബിയും പിന്നെ ബേസിലുമായിട്ടുള്ള ടോക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ഏത് നേരവും കെട്ടാൻ പോകുന്ന കുട്ടിയുടെ ചേട്ടനെ വിളിക്കുമ്പോൾ ഉള്ള സംസാരം അതും വളരെ രസകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അവർ കല്യാണ സമയത്ത് കല്യാണം കഴിക്കുന്ന പെണ്ണുമായിട്ട് നമ്മൾ ആ കട്ടിലുള്ള ഒരു സീനുണ്ടല്ലോ, അതൊക്കെ അവർ രസകരമായിട്ടാണ് ചെയ്തേക്കുന്നത്. രണ്ടുപേരുടെ ആ ടോക്ക് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ മായൻകുട്ടിയായിട്ട് വരുന്നത് ജഗദീഷായിരുന്നു. അപ്പോൾ സെയിം എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് അതേപോലെയുള്ള ഒരു ഫാമിലി പടം വേണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം പൃഥ്വിരാജിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. എനിക്ക് ലാസ്റ്റ് അവൻ്റെ ആ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ നമ്മൾ അജു വർഗീസ് പാടുന്ന ഒരു പാട്ടുണ്ട്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് ആ സിനിമ കണ്ടത്. അപ്പോൾ നമ്മളിപ്പം കണ്ട സീൻ ആ ഫസ്റ്റ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രോ സീനായിരുന്നു. എല്ലാവർക്കും ഈ സീൻ കാണുമ്പോൾ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.